റോഡ് ഗതാഗതത്തിൽ, റോഡിലല്ലേ ഗട്ടർ വരുന്നത്. അപ്പൊ നിതിൻ ഗഡ്കരി ഏതാണ്? റോഡ് ഗതാഗതമാണ്. ഓക്കെ, ഇനി അടുത്ത JP നഡ്ഡ. നഡ്ഡ എന്ന് പറയുമ്പോ നടക്കുക, കണക്ട് ചെയ്ത് വെച്ചൂടെ, നടക്കുന്നത്. അപ്പൊ നടന്നാലേ ആരോഗ്യം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ പീയൂഷ് ഗോയൽ ഏത് വകുപ്പാണ്? ഗോ വെച്ച് കണക്ട് ചെയ്താൽ മതി. പൈസ എപ്പോഴാ പോകുന്നത്? വാണിജ്യവും വ്യവസായവും നടത്തിയാലാണ് പോകുന്നത്. എന്താണ്? പഞ്ചായത്തിൽ പോയി. എന്തിനു പോയി? മീൻ മേടിക്കാൻ പഞ്ചായത്തിൽ പോയിട്ട് എന്താണ്, പശുവിനെ മേടിച്ച് പാലും മേടിച്ചോണ്ട് വന്നെന്നും എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുക. അരുണാചൽ പ്രദേശിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുക, വടക്ക് കിഴക്കൻ മേഖലാ വികസനം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പഠിച്ചില്ലേ? അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? കേന്ദ്ര മന്ത്രിസഭ. എന്തുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആക്കിയെന്ന് വെച്ചാൽ, നമുക്കിനി വരുന്ന എക്സാംസിന് നിങ്ങൾ കേന്ദ്ര മന്ത്രിസഭ എടുത്ത് പഠിക്കാൻ നിൽക്കുമ്പോൾ ഇലക്ഷന്റെ ആദ്യം തൊട്ടേ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സെപ്പറേറ്റ് ആക്കിയത് കേട്ടോ. അപ്പൊ നമുക്ക് കേന്ദ്ര മന്ത്രിസഭ, ആരൊക്കെയാണ് മന്ത്രിമാര്, ആരാണ് അധികാരത്തിലേറ്റത്, ഇതെല്ലാം നമുക്ക് ചെറിയ കോഡുകളിലൂടെയും കണക്ഷൻസിലൂടെയും പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ കോഡുകളും കണക്ഷൻസും ഒക്കെ കിട്ടുന്ന ഇതിനൊക്കെയുള്ള നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ കേന്ദ്ര മന്ത്രിസഭയാണ് പഠിക്കുന്നത്. നമുക്കറിയാം മോദി സർക്കാരിന്റെ ഹാട്രിക് വിജയമാണ് അല്ലെ. മോദി സർക്കാർ 3ാമത്തെ തവണയും വന്നിരിക്കുകയാണ്. അപ്പൊ ആ മന്ത്രിസഭയിൽ ആരൊക്കെയുണ്ട് അറിയണ്ടേ? ആരൊക്കെയുണ്ട്? ആദ്യം തന്നെ ആരാണ്? പ്രധാനമന്ത്രിയാണുള്ളത് അല്ലെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇത്തവണയും. 72 മന്ത്രിമാരാണുള്ളത്. അതായത് 71 മന്ത്രിമാരും ഒരു പ്രധാനമന്ത്രിയും, അങ്ങനെ 72 പേരാണ് മോദി സർക്കാരിന്റെ ആ മന്ത്രിസഭയിലുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് വകുപ്പുകൾ എന്ന് പ്രധാനമന്ത്രിയുടെ നിങ്ങൾ തൽക്കാലം ഇപ്പൊ പഠിക്കണ്ട. ബാക്കിയുള്ളവർക്കെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതെല്ലാം ആർക്കുള്ളതാണ്? അത് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ രാജ്നാഥ് സിംഗ് ഏത് വകുപ്പാണ്? പ്രതിരോധ വകുപ്പാണ്. ഓക്കെ, രാജ്നാഥ് സിംഗ് ഏത് വകുപ്പാണ്? പ്രതിരോധ വകുപ്പ്. നിങ്ങൾ നോക്ക്, രാജ്നാഥ്, രാജ്യത്തിന്റെ നാഥൻ ആരാണ്? രാജാവാണ്. രാജാവല്ലേ പ്രതിരോധിക്കുന്നത് അല്ലെ. നമുക്ക് രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവായിരിക്കും പ്രതിരോധ മേഖലയിൽ വരുന്ന അല്ലെ. അപ്പൊ രാജ്നാഥ് സിംഗ് ഏതാണ്? പ്രതിരോധമാണ്. ഓക്കെ, ഇനി അമിത്ഷാ ആഭ്യന്തരം സഹകരണം. അമിതമായിട്ട് എന്താണ് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അമിതമായിട്ട് അധികാരം ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് മേഖലയിലാണ്? അത് ആഭ്യന്തര മേഖലയിലാണ് അല്ലെ. സഹകരിക്കാനും നമുക്ക് അമിതമായിട്ട് മറ്റുള്ളവരടുത്ത് സഹകരിക്കാനും പറ്റും. അപ്പൊ അമിത്ഷായാണ് ആഭ്യന്തരം സഹകരണം. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നിതിൻ ഗഡ്കരി. ഓക്കെ, ഗട്ടർ. അപ്പൊ നമ്മുടെ റോഡ് മൊത്തം കുണ്ടും കുഴിയാണ്. അപ്പൊ നമ്മൾ അതിനകത്തൂടെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങില്ലേ, ഗട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക. ഇതൊരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗട്ടറിൽ വീഴുന്ന കാര്യം ആലോചിച്ചാൽ റോഡ് ഗതാഗതം എന്താണ്? ഹൈവേ. റോഡ് ഗതാഗതത്തിൽ, റോഡിലല്ലേ ഗട്ടർ വരുന്നത്. അപ്പൊ നിതിൻ ഗഡ്കരി ഏതാണ്? റോഡ് ഗതാഗതമാണ്. ഓക്കെ, ഇനി അടുത്ത JP നഡ്ഡ. നഡ്ഡ എന്ന് പറയുമ്പോ നടക്കുക, കണക്ട് ചെയ്ത് വെച്ചൂടെ, നടക്കുന്നത്. അപ്പൊ നടന്നാലേ ആരോഗ്യം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. നടന്നാലേ ആരോഗ്യം കിട്ടും. നമ്മളൊരു എക്സസൈസ് അല്ലേ നടക്കുക, രാവിലെ എണീറ്റ് നടക്കുക. അപ്പൊ നടന്ന ആരോഗ്യം കിട്ടും. അങ്ങനെ പഠിച്ചു വെച്ചാൽ JP നഡ്ഡ ഏതാണ്? ആരോഗ്യ മേഖലയാണ്. ഓക്കെ, ഇനി ആരോഗ്യ മേഖല എന്താണ്? ആരോഗ്യം നന്നായാൽ നമുക്ക് കുടുംബത്തിന് നല്ല ക്ഷേമം കിട്ടും. പിന്നെന്താണ്? രാസവളം കൂടെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കുടുംബക്ഷേമം, നല്ല പച്ചക്കറിയൊക്കെ കഴിക്കാൻ വേണ്ടി രാസവളം ഉപയോഗിച്ചെന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഓക്കെ, ഇനി ശിവരാജ് സിംഗ് ചൗഹാൻ ഏതാണ്? കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, കൃഷി, കർഷക ക്ഷേമ, ഗ്രാമവികസനമാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുക, കൃഷി ചെയ്താലേ നമുക്ക് വല്ലതും ചവച്ചരക്ക് തിന്നാനായിട്ട് വല്ലതും കിട്ടത്തുള്ളൂ. കൃഷി ചെയ്താലേ നമുക്ക് ചവച്ചരച്ച് തിന്നാനായിട്ട് വല്ലതും കിട്ടും. അപ്പൊ ചൗഹാൻ വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? കൃഷി കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അടുത്ത നിർമ്മലാ സീതാരാമൻ ഏത് വകുപ്പാണ്? നിർമ്മലാ സീതാരാമൻ അത് നമുക്കറിയാം, കുറെ വർഷങ്ങളായിട്ട് തുടങ്ങിയപ്പോ തൊട്ടേ ഏതാണ്? നിർമ്മലാ സീതാരാമൻ ധനകാര്യ വകുപ്പ് തന്നെയാണല്ലേ. ഓക്കെ, അപ്പൊ നിർമ്മലാ സീതാരാമന്റെ 6ാമത്തെ ബജറ്റല്ലേ അവസാനം ഇപ്പൊ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് 6ാമത്തെ ബജറ്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ അവതരിപ്പിച്ചല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കാം, നിർമ്മലാ സീതാരാമൻ ധനകാര്യ വകുപ്പാണ്.
ഓക്കെ. ഇനി എസ് ജയശങ്കർ ഏതാണ്? വിദേശകാര്യമാണ്. വിദേശത്ത് പോയിട്ട് ഇന്ത്യ കി ജയ് എന്ന് വിളിക്കുന്നത് ആരാണ്? ജയ്ശങ്കർ ആണ്. ഓക്കെ, ജയ്ശങ്കർ. അപ്പൊ ജയ്ശങ്കർ വിദേശകാര്യം. ഓക്കെ അല്ലേ? അപ്പൊ എസ് ജയശങ്കർ ആണ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇനി മനോഹർലാൽ ഖട്ടർ. ഈ ഖട്ടർ നിങ്ങൾ എടുക്കരുത് കേട്ടോ, നമ്മൾ നേരത്തെ ഒരു ഖട്ടർ എടുത്തില്ലേ. അപ്പൊ മനോഹർലാൽ ഖട്ടർ, മനോഹരം. ഓക്കെ, മനോഹരമായിട്ടുള്ള ഊർജം. ഓക്കെ, മനോഹരമായിട്ടുള്ള ഊർജം കണക്ട് ചെയ്ത് വെച്ചേക്ക. എച്ച് ഡി കുമാരസ്വാമി കന, നമ്മളെ ഖന ഉള്ള ഒരു കുമാരനാണ്, അതിലെ ഖനത്തിൽ നല്ല പവർ ഉള്ള ഒരു കുമാരനാണെന്ന് വിചാരിക്കുക. ഖന വ്യവസായം. അപ്പൊ ഖനം എന്തുണ്ട കരമാണ്? ഉരുക്ക്. നമ്മൾ ഉരുക്ക് മുഷ്ടി എന്നൊക്കെ പറയില്ലേ, നല്ല ഉരുക്ക് മുഷ്ടിയുള്ള, നല്ല ഖനത്തിൽ ഉരുക്ക് മുഷ്ടിയുള്ള കുമാരനാണ്. അപ്പൊ നമുക്ക് ഉരുക്ക് കുമാരൻ അല്ലെങ്കിൽ സ്റ്റീൽ കുമാരൻ എന്നൊക്കെ ഇതിനെ പറയാം. അപ്പൊ എന്താണ്? കുമാരസ്വാമി ഖന വ്യവസായം, ഉരുക്ക് വ്യവസായമാണ്. ഓക്കെ അല്ലേ? അടുത്ത പീയൂഷ് ഗോയൽ. പീയൂഷ് പൈസ. ഓക്കെ, പീയൂഷ് പൈസ എന്ന് കണക്ട് ചെയ്യാം. പൈസ ഗോയൽ, പൈസ പോവും. എങ്ങനെ പോവും? വാണിജ്യവും വ്യവസായവും നടത്തിയ പൈസ പോവും. അപ്പൊ വാണിജ്യം വ്യവസായം, വാണിജ്യ വകുപ്പും വ്യവസായ വകുപ്പും ആരാണ്? പീയൂഷ് ഗോയൽ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പീയൂഷ് ഗോയൽ ഏത് വകുപ്പാണ്? ഗോ വെച്ച് കണക്ട് ചെയ്താൽ മതി. പൈസ എപ്പോഴാ പോകുന്നത്? വാണിജ്യവും വ്യവസായവും നടത്തിയാലാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ ഏതാണ്? വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആലോചിക്കുക? പ്രധാനപ്പെട്ടത് എന്താണ്? വിദ്യാഭ്യാസം അല്ലേ? നമുക്ക് പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും അല്ലെ? ആളുകൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലാതെ ചുമ്മാ നടന്ന കിട്ടുമോ? ഇല്ല. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പഠിച്ചു വെച്ചാൽ ധർമ്മേന്ദ്ര പ്രധാൻ ഏതാണ്? വിദ്യാഭ്യാസം. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ജിതിൻ റാം മാഞ്ചി. ജിതിൻ റാം മാഞ്ചി ഏതാണ്? ചെറുകിട ഇടത്തരം സംരംഭം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാം, മഞ്ച് വെച്ചിട്ട് കണക്ട് ചെയ്യാം. മഞ്ച് നമുക്കറിയാം, നമ്മളെ വീടിന്റെ അടുത്ത് ചെറിയ കടകൾ കാണും, വലിയ കടകൾ കാണും അല്ലെ? അപ്പൊ ഇതെല്ലാം ചെറുകിട ഇടത്തരം കടകളിലും എല്ലാം എന്തുണ്ട്? മഞ്ചുണ്ട്. കാരണം 5 രൂപയുടെ മഞ്ച് എല്ലാ കടകളിലും കാണും. അത്രയും ചെറുകിട വ്യവസായമാണ് ഏത്? മഞ്ച്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാ. ജിതിൻ റാം മഞ്ച് ഏതാണ്? ചെറുകിട ഇടത്തര വ്യവസായമാണ് അല്ലെങ്കിൽ സംരംഭമാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക. ആ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇനി അടുത്ത രാജീവ് രഞ്ജൻ സിംഗ് ലലൻ സിംഗ്. രാജീവ് രഞ്ജൻ സിംഗ് ലലൻ സിംഗ്. ഓക്കെ, നമ്മുടെ എന്താണ്? ലോലനെ ഓർത്ത് വെക്കുക. ലോലൻ അല്ലെങ്കിൽ നമ്മുടെ രാജീവും ലോലനും രണ്ടും ഒരാളാണ്. പക്ഷെ നിങ്ങളിങ്ങനെ ആലോചിക്കുക, രാജീവും ലോലനും കൂടെ എന്താണ്? പഞ്ചായത്തിൽ പോയി. എന്തിനു പോയി? മീൻ മേടിക്കാൻ പഞ്ചായത്തിൽ പോയിട്ട് എന്താണ്? പശുവിനെ മേടിച്ച് പാലും മേടിച്ചോണ്ട് വന്നെന്നും എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ രാജീവ് രഞ്ജൻ സിംഗ് ലലൻ സിംഗ് ഏതാണ്? പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഓക്കെ, ക്ഷീരോത്പന്നം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഗിരിരാജ് സിംഗ്. ഓക്കെ, അപ്പൊ നമ്മുടെ നല്ല ഗിരിരാജ് സിംഗ് നമുക്ക് പ്രേമ സിനിമയിലെ ഗിരിരാജൻ കോഴിയായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗിരിരാജൻ കോഴി അവസാനം നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ടല്ലേ വരുന്നത് അല്ലെ? അങ്ങനെ സ്റ്റൈലായിട്ട് വരുന്ന ടെക്സ്റ്റൈല്. ഓക്കെ, ഗിരിരാജൻ കോഴി അവസാനം നല്ല സ്റ്റൈലായിട്ട് കോട്ടൊക്കെ ഇട്ടല്ലേ ആ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഗിരിരാജ് സിംഗ് സ്റ്റൈലായിട്ട്, അതായത് ടെക്സ്റ്റൈല്. ഓക്കെ അല്ലേ? ടെക്സ്റ്റൈൽസ് ആണ് വകുപ്പ്. ഇനി അശ്വനി വൈഷ്ണവ് ഏതാണ്? റെയിൽവേ, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT. അശ്വനി വൈഷ്ണവ് വൈകി വരുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്? ട്രെയിൻ അല്ലേ? എപ്പോഴും നമ്മൾ വൈകി എന്ന് പറയുന്നത് അല്ലെ? ട്രെയിൻ വൈകി എത്തി, ഇത്ര മിനിറ്റ് വൈകിയാണ് വരുന്നത്. നമ്മുടെ വാർത്താവിനിമയം ചില സമയത്തൊക്കെ വൈകാറില്ലേ? അപ്പൊ റെയിൽവേയും വാർത്താവിനിമയവും ഇലക്ട്രോണിക്സ് ഒക്കെ എന്താണ്? ചില സമയത്ത് വൈകും അല്ലെ? ചിലപ്പോൾ നമുക്ക് പവർ കട്ടൊക്കെ വരുമ്പോൾ വൈകും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. വൈഷ്ണവ് റെയിൽവേ, വാർത്താവിനിമയം, ഇലക്ട്രോണിക്സ്, IT എല്ലാം വൈകിയാണ് വരുന്നത്. അപ്പൊ അശ്വനി വൈഷ്ണവ്. കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? അടുത്ത ജ്യോതിരാദിത്യ സിന്ധ്യ. ഇതിനകത്ത് നമുക്ക് ആദിത്യ എടുക്കാം. ആദിത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ അല്ലെ? ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. നമ്മുടെ സൂര്യനാണ് ആദിത്യൻ അല്ലെ? ഇങ്ങനെയൊക്കെയാണ് സൂര്യൻ ഇരിക്കുന്നത്. അപ്പൊ ആദിത്യൻ സൂര്യനാണ്. അപ്പൊ ആദിത്യൻ ആദ്യം എവിടെയാ ഉദിക്കുന്നത്?
എവിടെ ഉദിക്കുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലല്ലേ. നമുക്കറിയാം അരുണാചൽ പ്രദേശിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത് അല്ലെ. അരുണാചൽ പ്രദേശാണിത്. ഓക്കെ, അരുണാചൽ പ്രദേശിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നത്, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുക, വടക്ക് കിഴക്കൻ മേഖലാ വികസനം ആർക്കാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷനും ഉണ്ട് കേട്ടോ. അപ്പൊ വടക്ക് കിഴക്കൻ മേഖലാ വികസനം കമ്മ്യൂണിക്കേഷൻ ആർക്കാണ്? ജ്യോതിരാദിത്യ സിന്ധ്യക്കാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സർബാനന്ദ സോനോവാള്. സർബാനന്ദ സോനോവാൾ ഏതാണ് മേഖല? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഏതൊക്കെയാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. അപ്പൊ സർബാനന്ദ, സർവവും ആനന്ദം. സർവവും ആനന്ദം. എപ്പോഴാ നമുക്ക് ആനന്ദം കിട്ടാൻ? നമ്മൾ എന്ത് ചെയ്യും? ബീച്ചിലൊക്കെ പോത്തില്ലേ. അപ്പൊ നമ്മൾ പോകുന്നത് തുറമുഖത്താണ് പോകുന്നത്. തുറമുഖത്ത് പോയിട്ട് ജലഗതാഗതവും ഷിപ്പിങ്ങും ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് ആനന്ദം വരുന്നത്. അങ്ങനെ ആലോചിക്കുക. സർബാനന്ദ സോനോവാൾ ഏതാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വീരേന്ദ്രകുമാർ ഏത് വകുപ്പാണ്? വീരേന്ദ്രകുമാർ വീരന്മാരെ സാമൂഹിക നീതിക്ക് വേണ്ടി വാദിക്കത്തോള്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. വീരേന്ദ്രകുമാർ ഏതാണ്? സാമൂഹിക നീതി വകുപ്പാണ്. അപ്പൊ ഡോക്ടർ വീരേന്ദ്രകുമാർ ഏതാണ്? സാമൂഹിക നീതി വകുപ്പാണ്. ഇനി രാം മോഹൻ നായിഡു. ഓക്കെ, രാം മോഹൻ നായിഡു എന്താണ്? വ്യോമയാനം. വ്യോമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനം അല്ലേ. ഓക്കെ, വ്യോമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനമാണ്. അപ്പൊ ഇത് നമ്മുടെ വിമാനം. ഓക്കെ, അപ്പൊ നമ്മുടെ വിമാനത്തിൽ പോണോന്നുള്ളത് എല്ലാവരുടെ ഒരു മോഹം അല്ലേ. ഇത് നമ്മുടെ വ്യോമം. ഓക്കെ, അപ്പൊ വിമാനത്തിൽ പോണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു മോഹമാണ്. അപ്പൊ എന്താണ്? രാം മോഹൻ നായിഡു ഏതാണ്? വ്യോമയാനമാണ്. ഓക്കെ, മോഹൻ നായിഡു. അപ്പൊ മോഹം നയിക്കും നമ്മളെ അല്ലെ. മോഹൻ നമ്മളെ വിമാനത്തിൽ പോകാൻ നയിക്കും എന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള മോഹമാണ് നമ്മളെ വിമാനത്തിൽ പോവാൻ നയിക്കുന്നത്. അപ്പൊ മോഹൻ നായിഡു. ഓക്കെ, ഏതാണ്? വ്യോമയാനം. കിട്ടിയോ? ഇനി അടുത്ത പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് ജോഷി ഏതാണ്? ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, നമുക്ക് നല്ല ആഹാരം കിട്ടിയ നല്ല ആഹ്ലാദം വരൂലേ. നല്ല ആഹാരം കിട്ടിയ നമുക്ക് നല്ല ഈ നമ്മുടെ ബൊഫയില്ലേ, നല്ല കല്യാണ പാർട്ടിക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന ബൊഫയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഹ്ലാദം അല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആലോചിക്കുക, ഭക്ഷ്യം കിട്ടുമ്പോൾ നമുക്ക് ആഹ്ലാദം വരും. ഇനി നമ്മള് ചിലരുണ്ടല്ലോ കടകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നല്ല 5 സ്റ്റാർ ഹോട്ടലിലാണ് പോകുന്നതെന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഭക്ഷ്യവും വരും. ഓക്കെ, നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇങ്ങനെ ഇരിക്കും. അപ്പൊ അവര് നമ്മളെ എന്ത് വിളിക്കും? സാർ, മാഡോ എന്നൊക്കെ വിളിക്കുന്ന കേൾക്കാൻ ഒരു കുളിര് തോന്നും. അങ്ങനെ കുളിര്, ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി എന്താണ് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ആഹ്ലാദം കിട്ടാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, ഇതെല്ലാം ഏതാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. അപ്പൊ നമ്മളെ എന്താണ് ഉപഭോക്താവിനെ കാണും. അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങനെ ആലോചിക്കാം, നിങ്ങൾക്ക് ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ അവിടുത്തെ നമ്മളെ കാണുമ്പം ആ കടക്കാരനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിന്റെ പേരാണ് ആഹ്ലാദം അല്ലെ. ഒരു കച്ചവടം നടക്കാൻ പോകുന്നു, ഇത്ര രൂപ കിട്ടാൻ പോകുന്നു, ആ ഒരു ആഹ്ലാദം, അതായത് ഒരു കച്ചവടം നടക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു കച്ചവടക്കാരനുണ്ടാകുന്ന ആഹ്ലാദം, ആ ഒരു സന്തോഷത്തിലാണ് അവര് നമ്മളോടത്തെ മാഡം, സാർ, ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. പ്രഹ്ലാദ് ആഹ്ലാദം. ഉപഭോക്താവിനെ കാണുമ്പം ആഹ്ലാദം വരും. ഉപഭോക്താവ് എന്ത് ചെയ്യുമ്പോഴാണ്? ആഹാരം മേടിച്ച് കഴിക്കുമ്പോഴാണ് ആഹ്ലാദം വരുന്നത്. അപ്പൊ അവര് കൊണ്ടുവന്ന് വിതരണം ചെയ്തു തരും അല്ലെ. നല്ല സ്റ്റൈലായിട്ട്, വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് പോയേക്കുന്നത്. അപ്പൊ നല്ല സ്റ്റൈലായിട്ട് അവര് ഫുഡൊക്കെ ഇങ്ങനെ എന്താണ് പല സ്റ്റൈലിലൊക്കെ വിതരണം ചെയ്തു തരും. അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ്? പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. അപ്പൊ നമ്മുടെ എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയല്ലേ കത്തിച്ചു വെക്കുന്നത്. അപ്പൊ ഒരാൾ പോയി കഴിഞ്ഞു, ഒരാൾ വന്ന് ഇതെനിക്ക് നല്ല ആഹാരമൊക്കെ കഴിച്ച് ഉപഭോക്താവിനെ കിട്ടി നല്ല ഫുഡൊക്കെ വിതരണം ചെയ്ത് അവർ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ മെഴുകുതിരി അണച്ചിട്ട് അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും കത്തിച്ചുകൂടെ. അപ്പൊ പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. പ്രഹ്ലാദ് ജോഷി. കിട്ടിയോ? എല്ലാം കിട്ടിയോ? പ്രഹ്ലാദ് ജോഷി, ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ഓക്കെ, ഇനി ജുവൽ ഓറം ആരാണ്? ജുവൽ ഓറം ആരാണ്? പട്ടിക വർഗമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, പട്ടിക വർഗം എന്ന് പറഞ്ഞാൽ ട്രൈബ്സ് അല്ലേ. ട്രൈബ്സ് അല്ലേ. അപ്പൊ ഈ ട്രൈബ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ജുവൽസ് ഒക്കെ ഉള്ളത്. നമ്മൾ ഈ സാഹസിക സിനിമകളൊക്കെ, ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുമ്പോൾ അറിയാം, അവിടെ ഇതേ കണക്കുള്ള ഒരു കാടിനുള്ളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ രത്നങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ജുവൽ ഇരിക്കുന്ന എവിടെയാണ്? ട്രൈബ്സിന്റെ കയ്യിലാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ജുവൽ ഓറം ഏതാണ്? പട്ടിക വർഗം. ഓക്കെ, ഇനി ഭൂപേന്ദ്ര യാദവ്.
ഭൂപേന്ദ്ര യാദവ് ഏതാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. അപ്പൊ ഭൂപേന്ദ്ര, ഭൂമി. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതിയിൽ എന്തൊക്കെ വരും? വനവും വരും, കാലാവസ്ഥയും വരും അല്ലെ. ഭൂമിയുടെ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് വനവും കാലാവസ്ഥയും. അപ്പൊ ഭൂപേന്ദ്ര യാദവ് ഏതാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജം. ഗജോ എന്ന് പറഞ്ഞ എന്താണ്? ആനയാണ്. ഗജോ എന്ന് പറഞ്ഞ ഏതാണ്? ആനയാണ് അല്ലെ. അപ്പൊ ആനയാണ് ഗജം. അപ്പൊ നമ്മുടെ ആനയാണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആന എടുത്തിട്ടുണ്ട്. ആനയുടെ പുറത്ത് ആരിയ്ക്കുവാണ്? നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. ആനപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആനപ്പുറത്ത്. ഇത് നമ്മളാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് വെച്ചേക്ക, ഇത് നമ്മളാണ്. നമ്മളിങ്ങനെ ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, എന്തിനിരിക്കുകയാണ്? ടൂറ് പോവാൻ ഇരിക്കുകയാണ്. നമ്മൾ കാറൊക്കെ ഭയങ്കര പെട്രോൾ അല്ലേടാ, പെട്രോൾ ഡീസലൊക്കെ എന്ത് ചെലവാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആനയാകുമ്പോഴത്തേക്ക് നമ്മളെ ചുമന്നോട്ടങ്ങ് പൊക്കോളുമല്ലോ. നമ്മളെ പൊക്കിക്കൊണ്ട് പോകാനുള്ള ആരോഗ്യമൊക്കെ ആനയ്ക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കാറും ബൈക്കും എല്ലാം മാറ്റിയിട്ട് ആനപ്പുറത്താണ് ടൂറ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സാംസ്കാരിക മൃഗമാണ് ആന അല്ലേ. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക മൃഗമാണ് ആന. അപ്പൊ നമ്മൾ ടൂറ് പോകുന്നത് ഏതിന്റെ പുറത്താണ്? ആനപ്പുറത്താണ്. അപ്പൊ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഏതാണ്? ടൂറിസവും സാംസ്കാരികമാണ് അല്ലെ. സാംസ്കാരികവും ടൂറിസവും കിട്ടിയോ? അപ്പൊ നമുക്ക് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ ഗജത്തിൽ നിന്ന് കിട്ടും. ഇതാണ് ഗജം, ആന. പിന്നെന്താണ്? സാംസ്കാരിക മൃഗമാണ് ആന. അപ്പൊ സാംസ്കാരികം. പിന്നെന്താണ്? നമ്മൾ എന്താ ചെയ്യുന്നത്? ടൂറ് പോവുകയാണ്. അപ്പൊ ടൂറിസം, അതും കണക്ട് ചെയ്തെടുക്കുക. അടുത്ത അന്നപൂർണ ദേവി. നമ്മുടെ വീട്ടിൽ നമുക്ക് അന്നം തരുന്ന ആരാണ്? അമ്മയല്ലേ. അമ്മ ഒരു വനിതയല്ലേ. പിന്നെ അമ്മ എന്ത് ചെയ്യും? അമ്മ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കൂലേ, നമ്മളെയൊക്കെ നല്ല രീതിയിൽ നോക്കൂലേ. അപ്പൊ വനിതാ ശിശു വികസനം ആരാണ്? അന്നപൂർണ ദേവി. വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം കൊടുക്കുന്ന ആ വീട്ടിലെ വനിതയായിരിക്കും. അതുപോലെ കുഞ്ഞിനും ആഹാരം കൊടുക്കുന്ന ആരായിരിക്കും? ആ വീട്ടിലെ വനിതയായിരിക്കും. അപ്പൊ അന്നം വെച്ച് കണക്ട് ചെയ്യുക. അന്നപൂർണ ദേവി ആരാണ്? വനിതാ ശിശു വികസന വകുപ്പാണ്. ഓക്കെ അല്ലേ? ഇനി കിരൺ റിജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം. ഇതാണ് പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം. പാർലമെന്റ്, പാർലർ. ഓക്കെ, പാർലർ എന്ന് കണക്ട് ചെയ്യുക. പാർലറിലെ നമ്മുടെ ബ്യൂട്ടി പാർലർ. അപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ കുറച്ച് മുഖത്തൊക്കെ ഇച്ചിരി കിരണം വന്ന കണക്കിരിക്കൂലേ, ഇച്ചിരി പ്രകാശമുള്ള കണക്കിരിക്കൂലേ. ബ്യൂട്ടി പാർലറിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖത്ത് കുറച്ച് പ്രകാശം ഉണ്ടാവും. അത് കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും അല്ലെ. അപ്പൊ കുറച്ചു നേരം, ന്യൂന സമയത്തേക്കേ ഉള്ളൂ. അപ്പൊ കിരൺ റിജു പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം. കിട്ടിയോ? പാർലമെന്ററി കാര്യം ന്യൂനപക്ഷമാണ്. അതുപോലെ ഹർദീപ് സിംഗ് പുരി ഏതാണ്? പുരിയിൽ നിന്ന് നിങ്ങൾ ഭൂരി കണക്ട് ചെയ്തെടുക്കുക. ഭൂരി. ഓക്കെ, ഭൂരി നമ്മൾ എണ്ണയിലല്ലേ വറുക്കുന്നത്? പെട്രോളിയം എന്ന് പറഞ്ഞൊരു എണ്ണയല്ലേ. അപ്പൊ പെട്രോളിയത്തിൽ ഇട്ടാണ് നമ്മൾ ഭൂരി ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ പ്രകൃതിവാതകം, നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടല്ലേ. ഗ്യാസ് ആണിത്. ഓക്കെ, നമ്മൾ ഗ്യാസ് കത്തിച്ചേക്കുവാണ്. അപ്പൊ ഗ്യാസിന്റെ മണ്ടയിൽ ഒരു പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഭൂരി ഉണ്ടാക്കുകയാണ്. ഭൂരി ഉണ്ടാക്കുന്ന ഏതിലാണ്? പെട്രോൾ ഒഴിച്ചിട്ട് അതിനകത്താണ് ഭൂരി ഉണ്ടാക്കുന്നത്. ഇവിടെ കത്തിച്ച് വെച്ചേക്കുന്ന എന്താണ്? പ്രകൃതിവാതകമാണ്. പ്രകൃതിവാതകം ഇങ്ങനെ ദീപം പോലെയാണ് കത്തിയിരിക്കുന്നത്. അപ്പൊ ഹർദീപ് സിംഗ് പുരി ഏതാണ്? പെട്രോളിയം, പ്രകൃതിവാതകം. കിട്ടിയല്ലോ, പെട്രോളിയം, പ്രകൃതിവാതകം. സെറ്റ് അല്ലേ? അടുത്ത മൻസുഖ മാണ്ഡവ്യ ഏതാണ്? തൊഴിൽ, യുവജനകാര്യം, കായികം. മനസ്സിന്റെ സുഖം. മനസ്സിന് സുഖം കിട്ടാൻ യുവജനങ്ങൾ എന്ത് ചെയ്യും? അവർ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യും. അല്ലെങ്കിൽ കളിക്കാൻ പോവില്ലേ, സ്പോർട്സ് ഒക്കെ കളിക്കാൻ പോവില്ലേ. നമ്മളെ വീട്ടിലുള്ള ഒരു ആൺപിള്ളേർ പറയുന്ന കേൾക്കാൻ, ഞാൻ കളിക്കാൻ പോയിട്ട് വരാന്ന്. അപ്പൊ എന്താണ്? ക്രിക്കറ്റ് കളിക്കാൻ, ഫുട്ബോൾ കളിക്കാൻ, അങ്ങനെ കളിക്കാൻ പോകും. അവർക്ക് മനസ്സിന് സുഖം കിട്ടാനാണ് പോകുന്നത്. അപ്പൊ മനസ്സിന് സുഖം കിട്ടാൻ തൊഴിൽ ചെയ്യും. അതേപോലെ എന്താണ്? കായികം, സ്പോർട്സ് ചെയ്യും. ആരാണ്? യുവജനങ്ങൾ. അപ്പൊ മൻസുഖ മാണ്ഡവ്യ ഏതൊക്കെ വകുപ്പാണ്? തൊഴില്, യുവജനകാര്യം, കായികം. കിട്ടിയോ? സെറ്റ് അല്ലേ? അടുത്തത് കിഷൻ റെഡ്ഡി. ആരാണ്? കിഷൻ റെഡ്ഡി ഏതാണ്? കൽക്കരിക്കനി. കൽക്കരിക്കനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണല്ലേ. കൽക്കരിക്കനി ഭയങ്കര ഹാർഡായിട്ട് അവിടെയൊക്കെ നമ്മളെ KGF സിനിമയിലൊക്കെ ഉള്ള കനികളില്ലേ, അത്രയും ഭയങ്കര കട്ടിയുള്ള ഭയങ്കര പാറയും കല്ലും ഒക്കെയാണ്. അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് എന്ത് വേണം? കുഷൻ റെഡിയാക്കണം. കുഷൻ എന്ന് പറഞ്ഞാൽ അറിയാവോ?
കുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ തലങ്ങണയുണ്ടല്ലോ നമ്മുടെ സോഫയ്ക്കകത്തൊക്കെ വെക്കുന്ന, അതിനെയാണ് കുഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുഷൻ റെഡിയാക്കി വെക്കണം അവിടെ ഇച്ചിരി നേരം ഒന്ന് തല തേയ്ക്കണമെങ്കിൽ. അപ്പൊ കുഷൻ റെഡി എന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? കൽക്കരിക്കനി. ഓക്കെ അല്ലെ? കൽക്കരിക്കനി, കിഷൻ റെഡി. ഓക്കെ, സെറ്റ്. ഇനി ചിരാഗ് പസ്വാനിൽ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ചിരകുക, നമ്മുടെ തേങ്ങ ചിരുകൂലേ, ഭക്ഷ്യം സംസ്കരിക്കാൻ, ഭക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ തേങ്ങ തിരുങ്ങുന്നത് അല്ലെ? തേങ്ങ തിരുങ്ങി നമുക്ക് എന്ത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഭക്ഷ്യ സംസ്കരണത്തിന് വേണ്ടിയാണ് തേങ്ങ നമ്മൾ തിരുകുന്നത്. അപ്പൊ ചിരകുക വെച്ച് ചിരാഗിനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പാഴ്സൽ നമ്മൾ ഈ സംസ്കരിച്ച ഫുഡ് എന്ത് ചെയ്യും? പാഴ്സൽ ചെയ്ത് വിടും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ചിരാഗ് പസ്വാൻ ഏതാണ്? ഭക്ഷ്യ സംസ്കരണമാണ്. കിട്ടിയോ? ഭക്ഷ്യ സംസ്കരണം, ചിരാഗ് പസ്വാൻ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. എന്താണ്? റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ട് പയ്യെ കാണുക. നമ്മുടെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ഉള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത CR പട്ടേൽ ഏതാണ്? ജലശക്തിയാണ്. ജലശക്തി. ഓക്കെ, ഏതാണ്? CR പട്ടേൽ ജലശക്തി. നല്ല ജലശക്തിയുള്ള ആള് പാട്ട് പാടുമെന്നല്ല വിചാരിക്കുക. അല്ലെങ്കിൽ പട്ടേൽ എന്ന് പറഞ്ഞൊരു പട്ടിയൽ ഉണ്ടല്ലോ, നമ്മളെ പട്ടിയൽ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് തടിയല്ലേ, നമ്മളെ തടി കഷ്ണത്തിനെ പറയുന്ന പേരാണ് പട്ടിയൽ അല്ലെ? അപ്പൊ പട്ടിയലിനകത്താണ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ടാപ്പ് കണക്ട് ചെയ്ത് വെച്ചാൽ ഇതിനകത്തല്ലേ വെള്ളം വരുന്നത്. ഓക്കെ, ഇതിനകത്താണ് വെള്ളം വരുന്നത്. ഈ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, എന്റെ പുറകെയല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് നോക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തടിക്കഷ്ണം. ഓക്കെ, ഇതാണ് നമ്മുടെ തടിക്കഷ്ണത്തിന് പറയുന്ന പേരാണ് പട്ടിയല്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ പട്ടിയലിനകത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ടാപ്പ് കണക്ട് ചെയ്യുന്നു. ഈ ടാപ്പിനകത്ത് നിന്ന് വരുന്ന വെള്ളം ബക്കറ്റിലും എല്ലാം സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ജലശക്തി ഏതിലാണ്? പട്ടിയൽ കണക്ട് ചെയ്യുക, പട്ടിയില്. ഓക്കെ, CR പട്ടിയില് ജലശക്തി. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഇത്രയും കഴിഞ്ഞു കേട്ടോ. കേന്ദ്രമന്ത്രിമാർ കഴിഞ്ഞു. പക്ഷെ ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ആൾക്കാരുണ്ട്, നമ്മുടെ മലയാളികളായിട്ടുള്ള സഹമന്ത്രിമാര്. ആരൊക്കെയാണ്? സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഏതാണ്? പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. നിങ്ങളിങ്ങനെ ആലോചിക്കുക, സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ സിനിമാ നടനല്ലേ? സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി എന്താണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ഉള്ള ആളല്ലേ? അപ്പൊ പെട്രോൾ ആവശ്യമില്ലേ? ചിലപ്പോ എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് ഉള്ള വണ്ടിയിലോ അങ്ങനെ അല്ലെ CNG ഗ്യാസിന്റെ വണ്ടിയിലോ അല്ലോ പോകുന്നതെന്ന് വിചാരിക്കുക. പ്രകൃതിവാതകവും ആവശ്യമാണ്. പെട്രോളിയം, പ്രകൃതിവാതകം വെച്ചിട്ടുള്ള വണ്ടിയിലാണ് പോകുന്നത്. എവിടെയാ പോകുന്നത്? ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോവും. സിനിമാ നടന്മാർ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോവും. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. സുരേഷ് ഗോപി, പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. ഓക്കെ അല്ലേ? അടുത്ത ജോർജ് കുര്യൻ ഏതാണ്? ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം. മൃഗസംരക്ഷണത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട മൃഗം ഏതാണ്? പശുവിനെ എടുക്കുക. ഓക്കെ, നമുക്ക് പശുവിനെ എടുക്കുക. ഇത് പശുവാണ്. അപ്പൊ പശുവിനെ കറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുനിഞ്ഞിരുന്നാലല്ലേ കറക്കാൻ പറ്റൂ. കുരിഞ്ഞിരിക്കണം അല്ലെ? കുര്യൻ. അപ്പൊ കുനിഞ്ഞിരുന്നാലേ പശുവിനെ കറക്കാൻ പറ്റൂ. അപ്പൊ മൃഗസംരക്ഷണം. ഓക്കെ, ഇനി മത്സ്യബന്ധനം. മീനിനെ പിടിക്കണമെങ്കിലും നമ്മളെ വലക്കാരെന്ത് ചെയ്യണം? വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുനിഞ്ഞെടുക്കണം എന്നെല്ലാം കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ മത്സ്യബന്ധനം, മൃഗസംരക്ഷണം. നമ്മൾ കടലിലോട്ടാണെങ്കിലും കായലിലാണെങ്കിലും കുനിഞ്ഞു വേണം മീനെ പിടിക്കാൻ. അപ്പൊ എന്താണ്? മത്സ്യബന്ധനം, മൃഗസംരക്ഷണം. പിന്നെന്താണ്? ന്യൂനപക്ഷം. കിട്ടുന്നത് എന്തായിരിക്കും? ന്യൂനം, കുറച്ചേ കിട്ടത്തോളം എന്നെല്ലാം കണക്ട് ചെയ്ത് വെച്ചാൽ അത് കുര്യൻ. അല്ലെങ്കിൽ കുരുട്ട് എന്നെല്ലാം ആലോചിച്ചാൽ, നമ്മൾ കുരുട്ടെന്നൊക്കെ പറഞ്ഞാൽ ചെറുത് എന്നല്ലേ പറയുന്നത്? ചെറുത്. അപ്പൊ ന്യൂനം, ചെറുത്. കിട്ടൂലേ? അപ്പൊ ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം. ആരാണ്? ജോർജ് കുര്യൻ. സെറ്റ് അല്ലേ? ഇത്ര നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കുക. ഈ കോഡുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് ഇതൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.